ഈവനിങ് ആയ പിന്നെ 5:30 ആവാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഇവനായിരിക്കും. പിന്നെ ഒരു അലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ മൗസ് തൊടിയിപ്പിക്കുകയില്ല. പിന്നെ വേഗം ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് അടിയിലെത്തണം. ഇന്നാണെങ്കിൽ ചായക്ക് ഞങ്ങളൊരു ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കസ്റ്റാർഡ് ഡോണറ്റ് ആയിരുന്നു. അതൊരു നൈസ് സംഭവമാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞ് ഹാച്ചിനായിട്ട് ഞങ്ങൾ വാക്കിങ്ങിന് ഇറങ്ങി. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോകല്. ഇപ്പോൾ ബെക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ചായിരിക്കും വാക്കിങ്ങിന് പോവുക. ഇപ്പം നമ്മൾ വാക്കിങ്ങിന് പോകുമ്പോൾ കാണുന്നത് ഈ ഫ്രൂട്ട്സൊക്കെയാണ്. ഇതിൻ്റെ സമയമൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ളത്. ഇതൊക്കെ ആപ്പിളും ബ്ലാക്ക്ബെറീസും ഒക്കെയാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങളൊരു 6 കിലോമീറ്റർ നടന്നിരുന്നു കേട്ടോ. ഇപ്പം അതൊരു 2 കിലോമീറ്റേഴ്സിലേക്ക് ചുരുങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജിമ്മിന് പോകാനുണ്ട്. ഞങ്ങൾ ഹാച്ചിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ ജിമ്മിന് വേണ്ടി പോകും. അത് ആൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ജിമ്മിന് പോകുന്നതുകൊണ്ട് നമ്മളെന്തായാലും പോകും. ജിമ്മിനൊരു 1 hour 30 minutes വർക്കൗട്ട് ചെയ്യും. അതൊരു 45 minutes കൂടിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മൾ ഷോൾഡറിനും പിന്നെ ലെഗിനുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു. നടക്കാനും ലെഗൊക്കെ ഉണ്ടോയെന്ന് തന്നെ ഞങ്ങൾക്കൊരു ഡൗട്ടായി ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി. ആ ലാസ്റ്റിൽ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സാധനം കൂടെ കയറി. ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, എനിക്കറിയില്ല ഉണ്ടോയെന്ന്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനൊരു 2 minutes അതും ചെയ്തു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടെ ഹാച്ചി ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റിട്ടേൺ. അങ്ങനെ ആൾക്ക് സന്തോഷമായി ഞങ്ങൾ വന്നപ്പോഴത്തേനും. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തെ പതിവ് ഈ രാത്രിയത്തെ പരിപാടിയാണ്. കുറേ ഒച്ചുകൾ വരും. അതൊക്കെ ഈ ചെടി മുഴുവൻ തിന്തീർക്കാനുള്ളവരാണ്. അപ്പം അതിനെ മൊത്തം ഞാൻ ഉപ്പിട്ട് കൊല്ലൽ എന്നും രാത്രിയത്തെ ഒരു വേട്ടയാണ്.